Hi guys, welcome to Career Talks with Avodha. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അഞ്ജലിയാണ്. സോ അഞ്ജലി അവോധയുടെ കൂടെയുള്ള ജേർണി അഞ്ജലിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, അവോധയിൽ കൂടെ കരിയർ എത്രമാത്രം ബിൽഡ് ആയി എന്നൊക്കെ നമുക്ക് അഞ്ജലിയോട് ചോദിച്ചറിയാം. സോ ഹായ് അഞ്ജലി, വെൽക്കം ടു കരിയർ ടോക്സ്. താങ്ക് യു. ഓക്കെ അഞ്ജലി, എവിടെയാണ് വീട്, എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് ചെയ്യുന്നത്? ഞാൻ തലശ്ശേരിയാണ്, കണ്ണൂർ ഡിസ്ട്രിക്ട്. ഓക്കെ, ഗുഡ്. ഞാൻ MBA കഴിഞ്ഞിട്ട് ഇപ്പോ 2012 MBA കഴിഞ്ഞു. പിന്നെ ഞാൻ മാരേജ് കഴിഞ്ഞു, ഡെലിവറി കഴിഞ്ഞു, അങ്ങനെ കുറച്ച് ലാഗ് വന്നു. അപ്പൊ അവോധനെ കുറിച്ച് അറിയുന്നത്, അങ്ങനെ അതിൽ ജോയിൻ ചെയ്തു. ഓക്കെ, ഏത് കോഴ്സ് ആണ് പഠിച്ചത്, ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് ആണ് പഠിച്ചത്. ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങള് വെഞ്ചുറ സെക്യൂരിറ്റീസിന്റെ ഇന്റേൺഷിപ്പ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Ventura Securities ആണ് internship ചെയ്യുന്നത്. Anyway, congratulations from our whole family, Anjali. എനിക്ക് തോന്നുന്നു കരിയർ ബ്രേക്ക് വന്നിട്ട് വീണ്ടും കരിയർ റീസ്റ്റാർട്ട് ചെയ്തേക്കുവാണ് അഞ്ജലി, അല്ലേ? അതെ അതെ അതെ. ഗുഡ് ഗുഡ്. അതിനെ ഞങ്ങൾ അവോധയെ ചൂസ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ദെൻ അപ്പം നമുക്ക് അറിയേണ്ട ഒരു കാര്യം, അവോധ എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് അഞ്ജലി നമുക്ക് അറിയേണ്ടത്. സോ അവോധ എങ്ങനെ ഉണ്ടായിരുന്നു, അവോധയുടെ ക്ലാസ്സസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 3 months കോഴ്സ് ആയിരുന്നു. എനിക്കത് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. വീഡിയോസും പിന്നെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റി. അതിനുശേഷം ഇപ്പൊ 3 months ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പ്ലേസ്മെന്റ് ആണ്. ഓക്കെ ഫൈൻ. അപ്പൊ ക്ലാസ്സസ് ഒക്കെ ലൈക്ക് എങ്ങനെയായിരുന്നു കണ്ടോണ്ടിരുന്നത്? ഹൗസ് വൈഫ് ആയിരുന്നല്ലോ, അപ്പൊ എങ്ങനെയായിരുന്നു ക്ലാസ് ടൈമിംഗ് ഒക്കെ? വീട്ടിലിരുന്ന് വൈഫൈ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ അക്കാഡമിക് കൺസൾട്ടന്റ് ആയിട്ട് കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം അതായിട്ടാണ് ജോയിൻ ചെയ്തത്. അതിനുശേഷം ഇതിനെ കുറിച്ച് മനസ്സിലായ ശേഷമാണ് ഞാൻ കോഴ്സിന് ജോയിൻ ചെയ്തത്. തോന്നിയത് കൊണ്ട് അതിന് ജോയിൻ ചെയ്തു. Okay, thank you so much. Yes. Moreover, staffs-നും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അവോധ. So thank you for choosing us. Then അപ്പം ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്താ എടുത്തേ? ഇപ്പം എന്താ പഠിച്ചത്? MBA ആയിരുന്നു അല്ലേ? അതെ, MBA ഫിനാൻസും മാർക്കറ്റിംഗ്. ഫിനാൻസും മാർക്കറ്റിംഗ് ആയിരുന്നു. എവിടെ പഠിച്ചേക്കെ? ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് പഠിച്ചത്. നീലേശ്വരത്താണ്, കാസർഗോഡ് അല്ലേ? അതെ. ഓക്കെ ഫൈൻ. അവിടെയാണ് പഠിച്ചത്. എവിടെയാ പ്രോപ്പർ പ്ലേസ്, എവിടെയാ? തലശ്ശേരി തന്നെയാണോ? അതെ, തലശ്ശേരി. ഓക്കെ. ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് എടുത്തത്? ലൈക്ക് ഞാൻ ഫിനാൻസ് ആണെങ്കിലും അക്കൗണ്ട്സിലാണ് എക്സ്പീരിയൻസ്. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ അതൊരു കൈ നോക്കാന്നുള്ളതുകൊണ്ട് അതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. എടാ, നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കുമ്പോൾ നമുക്ക് എബ്രോഡ് ഒക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? അതോ ഇന്ത്യയിൽ മാത്രം? അല്ല, ഇന്റർനാഷണലും നമുക്ക് വേണേ ചെയ്യാം അല്ലേ? ഓക്കെ. അത് നീ ഓവർസീസ് ബാങ്കിങ് എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? അതൊക്കെ ഓക്കെ. അപ്പം ക്ലാസ്സസ് കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മുടെ എക്സാം സെക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ക്യൂസും അസൈൻമെന്റ്സ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അതെ, മോക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ആണല്ലേ? ഇപ്പൊ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാ? JD ഒന്ന് പറയാമോ? നമ്മളിപ്പോ ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് ചെയ്തു. ടാർഗറ്റ് ഉണ്ട് 2 months ആയിട്ട്. ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്പനീന്റെ വർക്ക് ചെയ്യാന്നാ പറഞ്ഞു. ടാർഗറ്റ് ചെയ്തോണ്ടിരിക്കും. ആണല്ലേ? ഓക്കെ, ഗുഡ്. ഓക്കെ. സോ അപ്പം അവോധ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പുതിയ ഒരു എന്താ പറയാ അപ്രോച്ച് ആയിരുന്നു അല്ലെ? ഇവൻ ഈസി ആയിട്ട് വർക്ക് ചെയ്തായിരുന്നു പറഞ്ഞു അവോധയിൽ. അതുകൊണ്ട് തന്നെ നല്ലൊരു പുതിയൊരു കൺസെപ്റ്റ്, ജോലി കിട്ടിയിട്ട് പണം അടയ്ക്കാം എന്ന് പറയുന്ന ഒരു പുതിയൊരു കൺസെപ്റ്റ് ആദ്യമായി കേട്ടപ്പോ അഞ്ജലിക്ക് എന്താണ് ഒരു ഫീലിംഗ് തോന്നിയത്? ഡിഫറെന്റ് കൺസെപ്റ്റ് ആണ്. ഞാൻ ഇതിനു മുന്നേ ടെക്നിക്കൽ കോഴ്സ് വേറെ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം ഡയറക്റ്റ് ക്യാഷ് അടക്കേണ്ട സംഭവങ്ങളാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇത് പൈസ വെച്ച് നോക്കുമ്പോ വളരെ കുറവാണ്. എടാ, 800 rupees ആയതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒരു ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസ് ചെയ്യേണ്ട വന്നായിരുന്നു എവിടെയെങ്കിലും? ആസ് ആൻ അക്കാഡമിക് കൺസൾട്ടന്റ് ആണോ? ഇല്ല, അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ടില്ല. ഇല്ല. പിന്നെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ ശേഷം മാത്രമേ ബാക്കി ഫീ അടക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഞാൻ അതിലേക്ക് കടന്നില്ല. ഓക്കെ, അതായത് 3 മാസം കോഴ്സ് കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് പ്ലേസ്ഡ് ആയതിനു ശേഷം മാത്രം അടച്ചാൽ മതി അല്ലേ? അതെ. അപ്പൊ അങ്ങനെയാണ് ക്ലാസ് ഒക്കെ പോയത്. അപ്പൊ ഇപ്പം എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ലൈക്ക് വെഞ്ചൂറ സെക്യൂരിറ്റീസ് അല്ലേ? ഓക്കെ. അതിൽ ഏത് ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്? നമുക്കിപ്പോ അതൊന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല. നമ്മൾ ഈ ടാർഗറ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ അവര് പറയുന്നുള്ളൂ. ഹെഡ് ഓഫീസ് വരുന്നത് കൊച്ചിയിലാണ്.
കൊച്ചിയിലാണ്. ഓക്കെ ഓക്കെ ഗുഡ്. ഓക്കെ ഫൈൻ. അപ്പം ദെൻ അങ്ങനെയാണ് ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞത്. ദെൻ വേറെ ലൈക്ക് നമ്മുടെ മോക്ക് ഇന്റർവ്യൂസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? മോക്ക് ഇന്റർവ്യൂസ് കുഴപ്പമില്ലായിരുന്നു. ഈ പഠിച്ച കാര്യങ്ങൾ തന്നെയാണോടാ മോക്ക് ഇന്റർവ്യൂവിൽ ചോദിക്കുന്നത്? പഠിച്ചതല്ല, നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ അതും കൂടെ പഠിച്ചിട്ട് സെക്കൻഡ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വന്നു. ആണല്ലേ? ഓക്കെ. പറ്റുമല്ലോ. അപ്പൊ ഇനി ആദ്യമായിട്ട് അവോധയിലേക്ക് വരുന്ന ഒരു സ്റ്റുഡന്റിനോട് അഞ്ജലിക്ക് എന്താണ് പറയാനുള്ളത്? നല്ലൊരു പ്ലാറ്റ്ഫോം ആണ്, ആരും മിസ്സാക്കുക എന്നുള്ള കാര്യമാണ്. നമ്മുടെ സൈറ്റ് അപ്ഡേറ്റഡ് ആയതൊക്കെ അറിഞ്ഞായിരുന്നോ? അറിയുന്നുണ്ടോ? ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏത് ടീമിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ കണ്ണൂർ ബ്രാഞ്ചിലെ ടീമിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ. അപ്പം നന്നായിട്ട് പോകുന്നു, വർക്കൊക്കെ പോകുന്നു. അപ്പം അവോധയിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ നമുക്ക് പറയാൻ വേണ്ടിയിട്ട്? സൈറ്റ് വൈസ്, ക്ലാസ്സസ് വൈസ് അങ്ങനെ സജഷൻസ് നമുക്കിപ്പോ പെട്ടെന്ന് എന്തെങ്കിലും വിളിച്ചാൽ കിട്ടുന്ന നമ്പറുകൾ കുറവാണ്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പല ആൾക്കാരെ വിളിച്ചിട്ട് വേണം അറിയാൻ വേണ്ടി. ഇപ്പൊ പ്ലേസ്മെന്റ്സ് എല്ലാം ആണെങ്കിലും പ്ലേസ്മെന്റ്സ് ഇപ്പൊ ഈ അടുത്ത് ഒരു ജോയിൻ ചെയ്ത കുട്ടി ഉണ്ടായിരുന്നു. അതായത് ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ആ കുട്ടി പല നമ്പറിലും വിളിച്ച് കിട്ടുന്നില്ല. അവര് പ്രോപ്പർ ആയിട്ട് ഒരു ആൻസർ കൊടുക്കുന്നില്ല. ഓക്കെ, മനസ്സിലായി. ഓക്കെ, അതിനുവേണ്ടി നമ്മളിവിടെ എന്താ പറയാ, CSR ടീംസ്, പുതിയ ടീംസ് ഉണ്ട്. എനിക്ക് തോന്നുന്ന നമ്പർ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മേ ബി അത് അറിയാത്തത് കൊണ്ടാവാം. ഓക്കെ, നമ്പേഴ്സ് നമുക്ക് ഇപ്പൊ പല ലാംഗ്വേജസിൽ ഇപ്പൊ അവബോധ ഉള്ളതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് നമ്പർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കാം മേ ബി വരുന്നത്. ടോൾ ഫ്രീ കൂടെ അല്ലേ, ജാം ആവുന്നത് കൊണ്ടായിരിക്കാം. ഓക്കെ, എനിവേ എന്തായാലും ഞാൻ ഫീഡ്ബാക്ക് അറിയിക്കുന്നതാണ്. എനിവേ അഞ്ജലി, ഓൾ ദ വെരി ബെസ്റ്റ്. ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. സ്റ്റോക്ക് മാർക്കറ്റ് ചൂസ് ചെയ്തതിനും അവബോധയോടൊപ്പം നിൽക്കുന്നതിനും ഒരുപാട് താങ്ക്സ്. ആൻഡ് താങ്ക് യു സോ മച്ച്.